നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ US സന്ദർശനമാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ മോദി ട്രംപുമായി പ്രത്യേകവും ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ചർച്ചകൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നാടുകടത്തൽ വിഷയം ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷ തന്നെ ഉണരുന്നത്. ശേഷിക്കുന്ന ഇന്ത്യക്കാരെ കൊണ്ടുവരുമ്പോൾ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞയാഴ്ച 104 ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് സൈനിക വിമാനത്തിൽ എത്തിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാവുകയും വിദേശകാര്യ മന്ത്രാലയം US-ന് ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു. വ്യാപാരം, ഇറക്കുമതി തീരുവ, പ്രതിരോധ രംഗത്തെ സഹകരണം തുടങ്ങിയ വിഷയങ്ങളും മോദിയും ട്രംപും ചർച്ച ചെയ്യും. ചൈന, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ വൻതോതിൽ തന്നെ ഉയർത്തിയ ട്രംപ് ഇന്ത്യയോട് അത്തരം കടുത്ത സമീപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മോദി ട്രംപ് ചർച്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയ്ക്കും സാധ്യതയുണ്ട്. ഡൽഹിയെ വികസിത ഇന്ത്യയുടെ വികസിത തലസ്ഥാനമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ നിന്ന് ഡൽഹി മുക്തമായെന്നും 0 നേടുമെന്നും കോൺഗ്രസ് ഹാട്രിക് നേടിയെന്നുമൊക്കെ പരിഹാസം നടത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്ന പ്രധാനമന്ത്രിയാണ് ഈ വാക്കുകളൊക്കെ തന്നെയും പറഞ്ഞത്. ഡൽഹിയിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ പാർട്ടി ആസ്ഥാനമായി എത്തിയ പ്രധാനമന്ത്രി മോദി വിളികളോടെയായിരുന്നു അണികൾ വരവേറ്റത്. യമുനയ്ക്ക് ആദരമർപ്പിച്ചാണ് പ്രസംഗം തുടങ്ങിയത്. ചരിത്ര വിജയത്തിന് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ മോദി AIPയെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുകയായിരുന്നു. ആഡംബരവും അഴിമതിയും അഹങ്കാരവും ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തി. കേജ്രിവാളിന്റെയും പ്രവർത്തനങ്ങളിലെ അണ്ണാ ഹസാരെ വേദനിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തിന് ആശ്വാസമുണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. 0 നേടുന്നതിന് കോൺഗ്രസ് ഹാട്രിക് നേടിയെന്നുള്ള പരിഹാസവും ഇപ്പോൾ ലോകമെമ്പാടും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. യമുനയെ ആം ആദ്മി പാർട്ടി അപമാനിച്ചു. എത്ര സമയമെടുത്താലും നദിയുടെ പവിത്രത വീണ്ടെടുക്കും. ഡൽഹിയിലെ റോഡുകൾ മികച്ചതാക്കും. ഡൽഹി ജനതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് മോദി. യമുന നദിയെ വന്ദിച്ചുകൊണ്ട് മോദി പ്രസംഗം അവസാനിപ്പിച്ചതും ഈ കഴിഞ്ഞ രാജ്യം തലസ്ഥാനത്ത് പോരാട്ടം കടുത്തതായിരുന്നു. BJPക്ക് മുന്നിൽ ആം ആദ്മി തകർന്ന് തരിപ്പണമാകുമെന്നായിരുന്നു വിലയിരുത്തൽ. ഡൽഹിയിൽ പക്ഷേ സംഭവിച്ചത് അതല്ല. ആം ആദ്മി വീറോടെ പോരടിച്ചു. ലോക്സഭയിലെ വോട്ട് BJP നിലനിർത്തിയില്ലെന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഭരണത്തിന് വേണ്ടത് അവർ നേടിയെടുത്തു. അതിന് കാരണം മധ്യവർഗത്തിന്റെ പിന്തുണയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിലുണ്ടായ വൻ ചോർച്ചയാണ് BJPയുടെ മുന്നേറ്റമായത്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന മധ്യവർഗ വോട്ടുകളാണ് BJPയിലേക്ക് എത്തിയത്. ഇതിന് കാരണമായത് കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി പ്രഖ്യാപനവും. ഫെബ്രുവരി 1-നായിരുന്നു കേന്ദ്ര ബജറ്റ് നടന്നത്. അതിൽ ആദായ നികുതി പരിധി 12 ലക്ഷത്തിലേക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉയർത്തിയിരുന്നു. അങ്ങനെ ലക്ഷ്മി കടാക്ഷം മോദി രാജ്യത്തിനാകെ നൽകിയെന്ന് തന്നെ പറയാം. ഈ ലക്ഷ്മി കടാക്ഷം കിട്ടിയ ഡൽഹിയിലെ മധ്യവർഗ BJPക്ക് അനുകൂലമായി. ഇതോടെ അവർ ഡൽഹിയിൽ അധികാരവും പിടിച്ചു. കൃത്യമായ ആസൂത്രണം ഉണ്ടെങ്കിൽ 13.7 ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കേണ്ടതില്ലെന്നാണ് വസ്തുത. 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും NPS നിക്ഷേപവും വഴി ഈ ഇളവ് നേടാം. 2024-25 സാമ്പത്തിക വർഷത്തിൽ, അതായത് 2025-26 വർഷത്തിൽ പുതിയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കുന്ന നികുതിദായകർക്ക് തന്നെ ഇനി പറയുന്ന മെച്ചപ്പെടുത്തിയ ആനുകൂല്യങ്ങൾ ലഭിക്കും.